നമസ്തേ ബച്ചോ. ഇന്ന് 9ാം ക്ലാസ്സിലെ ആദ്യത്തെ യൂണിറ്റിലെ ജി എന്ന യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമാണ് എടുക്കുന്നത്. ജി എന്ന യൂണിറ്റിലെ ആദ്യത്തെ പാഠമായ ഝട്പട് നട്ഖട് എന്ന കഹാനിയാണ് എടുക്കുന്നത്. രമേശ് ഉപാധ്യായ് ലിഖാ ഹുവ ഏ കഹാനി ഝട്പട് ഔർ നട്ഖട്, രണ്ട് കുട്ടികളുടെ കഥയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. നോക്കാം. ഏക് ഥ ഝട്പട് ഏക് ഥ നട്ഖട്. ഝട്പട് നട്ഖട് എന്ന രണ്ട് കുട്ടികളുടെ സ്റ്റോറിയാണ് പറയുന്നത്. ഏക് ഥ ഝട്പട്, ഒരാൾ ഝട്പട്. ഏക് ഥ നട്ഖട്, അടുത്ത ആൾ നട്ഖട്. ഝട്പട് ബഡാ ഥ, ഝട്പട് മൂത്ത കുട്ടിയായിരുന്നു. നട്ഖട് ചോട്ട, ഇളയ കുട്ടിയാണ് നട്ഖട്. ബഡാ കേവൽ 2 സാൽ ബഡാ ഥ, മൂത്ത കുട്ടി കേവലം 2 വയസ്സിന് മൂത്തത്. ചോട്ട കേവൽ 2 സാൽ ചോട്ട, ഇളയ കുട്ടി 2 വയസ്സിന് ഇളയത്. ദോനോം സ്കൂൾ മേ പഠിത്തേ ഥേ, രണ്ട് കുട്ടികളും സ്കൂളിൽ പഠിക്കുകയാണ്. ഝട്പട് 5വീं മേ, മൂത്ത കുട്ടിയായ ഝട്പട് 5th സ്റ്റാൻഡേർഡിലും നട്ഖട് തീസരി മേ 3rd സ്റ്റാൻഡേർഡിലും. തീസരി മീൻസ് 3 എന്നുള്ള അർത്ഥം. 5വീं 5th 5ാം ക്ലാസ്. घर से दोनों भाई साथ साथ स्कूल जाते और साथ साथ ही वापस घर आते. घर से വീട്ടിൽ നിന്ന്, ദോനോ ഭായി രണ്ട് സഹോദരങ്ങളും, സാത്ത് സാത്ത് ഒരുമിച്ച്, സ്കൂൾ ജാത്തെ സ്കൂളിൽ പോകുന്നു, അവർ സാത്ത് സാത്ത് ഹി ഒരുമിച്ച് തന്നെ, വാപ്പസ് ഘർ ആത്തെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. വേ ഏക ഗാവുമേം രഹത്തെ ഥേ, അവരൊരു ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. സ്കൂൾ ഉൻകെ ഗാവുമേം നഹി, സ്കൂൾ അവരുടെ ഗ്രാമത്തിലല്ല. ദൂർ ദൂസരെ ഗാവുമേം ഥ, ദൂരെ വേറൊരു ഗ്രാമത്തിലായിരുന്നു. വഹാം തക്, അവിടെ വരെ. വഹാം ദേർ, അവിടെ വരെ. പൈതൽ ജാന പടുത്താത, നടന്നു പോകണമായിരുന്നു. ഔർ പൈതൽ ഹി വാപ്പസ് ആന പടുത്താത, നടന്ന് തന്നെ തിരിച്ചും വരണമായിരുന്നു. പൈതൽ ജാന മീൻസ് നടന്നു പോവുക. ജാത്തേ സമയ, പോകുന്ന സമയത്ത്. രാസ്തേമേം, വഴിയിൽ. രാസ്ത മീൻസ് വഴി, വേ. ഉനേം, അവർക്ക്. കൈ ചീസേം മിൽത്തിതി, ജാത്തേ സമയ പോകുന്ന സമയത്ത്. രാസ്തേമേം വഴിയിൽ. ഉനേം കൈ ചീസേം മിൽത്തിതി, ചീസ് മീൻസ് തിങ്സ്, കുറേ വസ്തുക്കൾ അവർ പോകുന്ന വഴി കാണാറുണ്ടായിരുന്നു. പോക്കർ മീൻസ് താലാബ്, കുളം, പോണ്ട്. ബർഗദ്, ആൽവൃക്ഷം. ഖേത്ത്, വയൽ. ബാഗ്, തോട്ടം. നാല, തോട്. ഔർ നദി, റിവർ. ഇത്രയും കാര്യങ്ങൾ കണ്ടാണ് അവർ പോകുന്നത്. ഇതെല്ലാം കണ്ടാണ് അവർ സ്കൂളിലേക്ക് പോകുന്നത്. വാപ്പസ് ആനെ പർഫി, തിരിച്ചു വരുമ്പോഴും. വാപ്പസ് ആന റിട്ടേൺ. രാസ്തേമേം, വഴിയിൽ. ഉനേം, അവർ. കൈ ചീസേ മിൽത്തിതി, ഇതുപോലെ തിരിച്ചു വരുമ്പോഴും അവർ ഇവയെല്ലാം കാണാറുണ്ടായിരുന്നു. നദി, ബാൽ, നാല, ബാഗ്, ഖേത്ത്, ബർഗദ് ഓർ പോക്കർ. ഝട്പട് തേജ് തേജ് ചൽത്താത, മൂത്ത കുട്ടിയായ ഝട്പട് സ്പീഡിലാണ് നടക്കുന്നത്. തേജ് മീൻസ് വേഗത്തിലുള്ള എന്നുള്ള അർത്ഥം. തേജ് തേജ് ചൽത്താത. നട്ഖട് ധീരെ ധീരെ, ധീരെ ധീരെ മീൻസ് സ്ലോലി. ഇളയ കുട്ടി സ്ലോലിയാണ്, വളരെ സ്പീഡ് കുറച്ചാണ് നടക്കുന്നത്. നട്ഖട് ബർഗദ് തക് പहुंच जाता, മൂത്തവൻ ആലിൻ്റെ അടുത്ത് വരെ എത്തുമ്പോൾ. പहुंचना ടു റീച്ച്, എത്തുക. തബ് തക് നട്ഖട് പോക്കർ തക് ഹി പहुंच होता, അപ്പോഴേക്കും നട്ഖട് എവിടെ വരെ എത്തും? ആ കുളം വരെ എത്തുകയുള്ളൂ. ഝട്പട് ബാഗ് തക് പहुंच जाता, മൂത്ത കുട്ടി തോട്ടം വരെ എത്തുമ്പോൾ. തബ് തക് നട്ഖട് ഖേത്ത് തക് ഹി പहुंच होता, ഇളയ കുട്ടി എവിടെ വരെ എത്തും? വയൽ വരെ എത്താറുള്ളൂ. അങ്ങനെ ഒരാൾ സ്പീഡിലും ഒരാൾ സ്ലോയിലുമാണ് പോകുന്നത്. झटपट नदी तक पहुंच जाता, तब तक नटखट नाले तक ही पहुंच होता. മൂത്ത കുട്ടി നദി വരെ എത്തുമ്പോൾ ഇളയ കുട്ടി നാലെ, തോട് വരെ എത്തുകയുള്ളൂ. മാംകി ഹിദായത്ത് ദി, അമ്മയുടെ നിർദ്ദേശം എന്താണ്? ഹിദായത്ത് മീൻസ് നിർദ്ദേശിക്കുക. മാം, അമ്മ. झटपट को छोटे भाई का ध्यान रखना है, झटपट തൻ്റെ ഇളയ സഹോദരനെ കെയർ ചെയ്യണം.
അതാണ് അമ്മ പറഞ്ഞിരുന്നത്. നടുക്കെടുക്കോ അപ്പനെ സാഥി രഹനാഹെ, എപ്പോഴും നടുക്കടിനെ തൻ്റെ കൂടെ എപ്പോഴും നോക്കണമെന്ന് അമ്മ പറഞ്ഞു വിടാറുണ്ടായിരുന്നു. ഇസലിയെ അതുകൊണ്ട് ജഡപ്പെടുക്കോ ആകെ നികൽ ജാനെ പർ പീച്ചെ മുടുക്കർ ദേക്കിനാ പെടുത്ത. അതുകൊണ്ട് ജഡപ്പെടുക്കൂ, മൂത്ത കുട്ടിയായ ജഡപ്പെട്, ആകെ നികൽ ജാനെ പർ മുന്നോട്ട് പോയി കഴിഞ്ഞ്, പീച്ചെ മുടുക്കർ തിരിഞ്ഞ് ദേക്കിനാ പെടുത്ത നോക്കേണ്ടി വരുന്നു. പീച്ചെ പുറകിലോട്ട് തിരിഞ്ഞ് നോക്കേണ്ടി വരുന്നു. സ്പീഡിലാണ് മൂത്ത കുട്ടി പോകുന്നത്, അപ്പോൾ തിരിഞ്ഞ് നോക്കേണ്ടി വരുന്നു. ഉനേം നടുക്കടുക്കോ പുകാർക്കർ, എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? അവൻ നടുക്കടുക്കോ പുകാർന വിളിക്കുക. ഇളയ കുട്ടിയായ നടുക്കടിനെ പുകാർക്കർ വിളിച്ച്, ജൽദി ചലനെ കേലിയെ കഹിനാപ്പെടുത്ത. ജൽദി ചലന സ്പീഡിൽ നടക്കാൻ പറയും, സ്പീഡിൽ നടന്നു വരിക എന്ന് പറയും. ചലനെ കേലിയെ കഹനാപ്പെടുത്ത. നട്കടുക്കോ പുകാർക്കർ, നട്കടിനെ വിളിച്ച് ജൽദി പെട്ടെന്ന്, ചലനെ കേലിയെ നടക്കുന്നതിന് വേണ്ടി കഹനാപ്പെടുത്ത പറയേണ്ടി വരും. ബാർ ബാർ രുക്കർ, കുറേ പ്രാവശ്യം രുക്കിന അവിടെ നിന്ന്, നടുക്കടുക്ക ഇന്തസാർ കർണപ്പെടുത്ത. നടുക്കടിനെ ഇന്തസാർ കർണ പ്രതീക്ഷിക്കുക, അവിടെ നടുക്കടിനെ നോക്കി പ്രതീക്ഷിച്ച് നിൽക്കേണ്ടി വരുന്നു. കഹി ചിലപ്പോൾ, സ്കൂൾ ജാനെ കേലിയെ ദേരി ഹോത്തി, ചിലപ്പോഴൊക്കെ സ്കൂളിൽ ചെല്ലുമ്പോഴേ ദേരി ഹോന താമസം ലേറ്റാവുന്നു. ദേരി ഹോത്തി ദേഖ്, ലേറ്റാവും തോന്നുമ്പം എന്ത് ചെയ്യും? നടുക്കടുക്ക ഹാത്ത് പകടുക്കാർ, നടുക്കടിൻ്റെ കൈ പിടിച്ച് അപ്പനെ സാത്ത് ദൗടാനാഭി പെടുത്ത, തൻ്റെ കൂടെ ഓടിക്കാൻ നോക്കും. ജട്പട്ട് പരേഷാൻ ഹോ ജാത്ത, അങ്ങനെ ജട്പട്ട് അങ്ങ് പരേഷാനായി, ഡിഫിക്കൽട്ടിയായി, അവനങ്ങ് പ്രയാസമായി. അവർ ഗർ ലൗട്ട് കർ, എന്നിട്ട് വീട്ടിൽ തിരിച്ചു വന്ന് മാംസെ ഷിഖായത്ത് കർത്ത, അമ്മയോട് ഷിഖായത്ത് കർണ കംപ്ലൈൻറ്റ്, പരാതി പറയും. എന്താ പറയുന്നത്? മാം, അമ്മയും ചോട്ടാ ബഹുത്ത് പരേഷാൻ കർത്താ ഹേ, ഇളയവൻ എന്നെ അങ്ങ് ബുദ്ധിമുട്ടിക്കുന്നു. ചോട്ടാ ഹേന, കൊച്ചുകുട്ടിയല്ലേ. മാം മുസ്കുരാതെ എത്തി, അമ്മ ചിരിച്ചുകൊണ്ട് പറയും. മുസ്കുരാന ചിരിക്കുക. അവർ ബഡേക്കോത്തോ ചോട്ടേക്കാ ധ്യാൻ രഖനാഹി പെടുത്താ ഹേ, മൂത്തവരാണ് ഇളയ കുട്ടിയെ കെയർ ചെയ്യേണ്ടതെന്ന് പറയും, അമ്മ പറയും. ജട്പട്ട് ജുഞ്ചിലാത്ത, അങ്ങനെ ജട്പട്ട് അങ്ങ് ഇറിറ്റേറ്റഡ് ആവും. പർ കുച്ച് കഹ് ന പാത്ത, പക്ഷേ എങ്കിലും മൂത്ത കുട്ടിയൊന്നും പറയാറില്ല. ചോട്ടേക്കാ ധ്യാൻ തോ ഉസേ രഖനാഹിത, ഇളയവനെ നോക്കേണ്ടത് അവൻ്റെ കടമയല്ലേ. ലേക്കിൻ എന്നാൽ ഉസേ ലഗ്താ കി നട്കട് കുച്ച് ജ്യാദാ ഹി നടുക്കട് ഹി, അവന് തോന്നാറുണ്ട് നടുക്കട്, ഇളയ കുട്ടി കുച്ച് ജ്യാദാ ഹി, കുറച്ച് കൂടുതൽ നടുക്കടാണ്, ഇച്ചിരി വികൃതിയാണെന്ന് മിക്കപ്പോഴും മൂത്തവർ തോന്നാറുണ്ട്. രാസ്ത ചൽത്തേ, വഴിയിൽ നടന്ന്, രുക്കർ അവിടെ നിന്ന് സ്റ്റേ ചെയ്തിട്ട്, പോക്കർക്കെ പാനിക്ക് അന്തർക്കി മച്ചലിയാം, പോക്കർ കുളം, കുളത്തിലെ പാനി വെള്ളത്തിൻ്റെ, അന്തർ ഉള്ളിലുള്ള, മച്ചലിയാം മീനുകളെ, അവർ പാനിക്ക് ഊപ്പർക്കി ബതക്കയും വെള്ളത്തിന് മുകളിലൂടെ പോകുന്ന ബതക്കയും താറാവുകളെ, ദേക്കിനെ ലക്തേഹി നോക്കി നിൽക്കും. ഇളയവൻ ഇങ്ങനെയാണ് നടന്നു പോകുമ്പോൾ കുളത്തിലെ വെള്ളത്തിൻ്റെ ഉള്ളിലുള്ള മീനുകളെ നോക്കുകയും വെള്ളത്തിന് മുകളിലൂടെ പോകുന്ന താറാവുകളെയൊക്കെ നോക്കി നിൽക്കും. ബർഗദ് കെ ഊപ്പർസേ, ആലിൻ്റെ ഊപ്പർസേ നീച്ചെ ആത്തി ജഡേ, മുകളിൽ നിന്ന് താഴേക്ക് വീണ് കിടക്കുന്ന വേരുകളുണ്ടല്ലോ, ആൽവൃക്ഷത്തിന് ഇങ്ങനെ വേരുകളിങ്ങനെ തൂങ്ങിക്കിടക്കും, അതേൽ പിടിച്ച് പകടുക്കർ പിടിച്ച്, ജൂലിനേലെത്താഹി, അവന് ഊഞ്ഞാല് പോലെ ഇങ്ങനെ ആടും. ഖേത്തുമേം ഗുസ്കർ, വയലിൽ ചെന്നിട്ട് എന്താ ചെയ്യുന്നത്? ഖേത്തുമേ ഗുസ്ന പ്രവേശിച്ച്, ഖാനേക്ക് കോയി ചീസ് ഖോജിനെ ലഗ്താഹി, ഖാനേക്ക് കഴിക്കുന്ന, കോയി ചീസ് എന്തെങ്കിലും വസ്തുക്കൾ, ഖോജിനെ ലഗ്തേഹി, ഖോജിന സെർച്ച് ചെയ്യുക, എന്തെങ്കിലും കഴിക്കാനുണ്ടോയെന്ന് അവനിങ്ങനെ ശ്രദ്ധിക്കും, അവിടെ എല്ലാം പോയി സെർച്ച് ചെയ്യും. ബാഗ്സെ, തോട്ടത്തിൽ എന്താ ചെയ്യുന്നത്? ഗുസർനേപ്പർ, അവിടെ പാസ് ചെയ്തിട്ട്, ഗുസർന പാസ് ചെയ്യുക. ആം യാ അമറൂദ് തോടിനെലെത്താഹി, അവിടെ ചെന്നിട്ട് തോട്ടത്തിൽ ചെന്നിട്ട് എന്താ ചെയ്യുന്നത്? ആം മാങ്കോ, മാങ്ങയോ പേരക്കയോ ഉണ്ടെങ്കിൽ അത് പൊട്ടിക്കും, പറിച്ചെടുക്കും. നാലേക്കോ ഉധർ സേ ഇധർ ഔർ ഇധർ സേ ഉധർ ഛലാങ്ക് ലഗാക്കർ പാർ കർനെ കാ ഖേൽ ഖേൽനെ ലഗ്താ ഹേ. നാലേക്കോ, തോട്ടിൽ ചെന്ന് എന്താ ചെയ്യുന്നത്? ഉധർ സേ ഇധർ, അവിടുന്ന് ഇവിടെ, ഇധർ സേ ഉധർ, ഇവിടുന്ന് അവിടേക്ക്, ഛലാങ്ക് ലഗാക്കർ കുതിച്ചു ചാടും,
പാർ കർണേക്ക ഖേൽ ഖേൽനെ ലഗ്താ ഹെ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി അവനെ അങ്ങനെയുള്ള കളി കളിച്ചുകൊണ്ട്, പാർ കർണ ക്രോസ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഛലാങ്ക് മാർക്കർ, ഛലാങ്ക് മാർന്ന് വെച്ചാൽ കുതിച്ച് ചാടി ക്രോസ് ചെയ്യുക, അങ്ങനെയുള്ള ഖേല് കളിച്ച് പോകും. നദിക്ക് പുൽക്കോ, നദിയുടെ പുൽ മീൻസ് പാലം, പാലത്തിലെ ജൽദീസെ പാർ കർണേക്ക് ലിയെ ബജായി, പെട്ടെന്ന് ക്രോസ് ചെയ്യുന്നതിന് പകരം എനിക്ക് മുണ്ടേർ സെ, അതിൻ്റെ കൈവരിയിൽ ടിക്ക് നിന്നിട്ട് സ്റ്റേ ചെയ്തിട്ട് നീച്ചെ ബഹത്തി നദിക്കോ, താഴെ കൂടെ ഒഴുകുന്ന നദിയെ നിഹാറിനെ ലഗ്താഹെ, അതിനെ ഇങ്ങനെ നോക്കി നിൽക്കും. ഏക്ക് ദിൻ കോ നട്ഖഡിനെ ഹദ് ഹി കർദി, ഒരു ദിവസം നട്കഡ് പരിധി ലംഘിച്ചു, എന്തോ ഒപ്പിച്ചു വെച്ചു, എന്താണെന്ന് നോക്കാം. ദോനോ ഭായി സ്കൂൾ സെ ലൗട്ട് രഹേദ്, രണ്ട് സഹോദരങ്ങളും സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു. നദി കാ പുൽ ആയ, നദിയുടെ പാലം വന്നു. തോ നട്കട്ട് പുൽ പർ ചഡ്നേക്കെ ബജായി നീച്ചെ ഉതർ ഗയ, എന്നിട്ട് എന്താ ചെയ്തത്? നട്കട്ട് ഇളയ കുട്ടി പുൽ പർ ചഡ്നേക്കെ ബജായി, പാലത്തിൽ കയറുന്നതിന് പകരം, ബജായി പകരം, നീച്ചെ ഉതർ ഗയ, അവൻ താഴേക്ക് ഇറങ്ങി. അവർ നദീ കിനാരെ ജാ പഹുഞ്ച, നദിയുടെ തീരത്തേക്കെത്തി. ബസ്തേമേം, ബാഗിൽ, പഹലേസെ ബനാക്കർ, മുന്നേ തന്നെ ബനാക്കർ മീൻസ് ഉണ്ടാക്കി വെച്ചിരുന്ന, ബനാക്കർ രഹി, ബനാന മീൻസ് ഉണ്ടാക്കുക, ബനാക്കർ രഹി ഉണ്ടാക്കി വെച്ചിരുന്ന ഈ കാഗസ് കി ദോ നാവേ നിഖാലി, കാഗസ് പേപ്പർ, നാവ് മീൻസ് ബോട്ട്, കാഗസ് കി ദോ നാവേ, പേപ്പർ കൊണ്ടുള്ള രണ്ട് വള്ളങ്ങൾ നിഖാലി എടുത്തു. നേരത്തെ തന്നെ അവൻ ബാഗിനകത്ത് രണ്ട് പേപ്പർ വള്ളങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നു, അതിലെടുത്തു. അവർ ഏക്ക് കറക്കി, ഓരോന്നായിട്ടെടുത്ത് ബഹുത്തെ പാനീമേം ചൂടുതി, ഒഴുകുന്ന വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇട്ടു. നാവേം ബഹ് ചലി, വള്ളം ഇങ്ങനെ ഒഴുകുന്നു. തോ നടുക്കട്ട് കുഷ് ഹോക്കർ താലി ബജാനെ ലഗ, ഇത് കണ്ടപ്പോൾ നടുക്കടിന് കുഷായി എന്ന് വെച്ചാൽ ഹാപ്പിയായി. ഒരു താലി ബജാനെ ലഗ, അവനിങ്ങനെ ക്ലാപ്പടിക്കുകയാണ്. ഇത് 9ാം സ്റ്റാൻഡേർഡിലെ ആദ്യത്തെ പാഠത്തിലെ കുറച്ച് ഭാഗമാണ്. പാർട്ട് 1 ആണ്. പാർട്ട് 2 നെക്സ്റ്റ് വീഡിയോ ആക്കി ഇടാം. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും നല്ലതുപോലെ ടെക്സ്റ്റ് വായിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റായിട്ട് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ എഴുതി അറിയിക്കാം. വീഡിയോ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.